സംഘർഷം രൂക്ഷമാകുന്നതിനിടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട് ബ്രിക്സ് കൂട്ടായ്മ. സാമ്പത്തിക കൂട്ടായ്മയിൽ നിന്ന് ആഗോള രാഷ്ട്രീയ ശക്തിയായി മാറാൻ ശ്രമിക്കുന്ന ബ്രിക്സിന് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര പ്രതിസന്ധി വലിയ പരീക്ഷണമായി തന്നെ മാറുകയാണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലാണ് ഈ നയതന്ത്ര സമ്മർദ്ദം ഇവിടെ തുറന്നു കാണിക്കുന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ സ്ഥാപക അംഗങ്ങൾക്കൊപ്പം തന്നെ പുതുതായി അംഗത്വം നേടിയ ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, UAE എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക അജണ്ടയിൽ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണമാണ് ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്നത് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ യോഗത്തെ നിയന്ത്രിക്കുന്നത് ഇറാൻ വിഷയമാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അംഗരാജ്യങ്ങൾക്കിടയിലെ നിലപാട് വ്യത്യസ്തങ്ങളായാണ് ബ്രിക്സിനെ പ്രതിസന്ധിയിലാക്കുന്നത്. ഒരു വശത്ത് ഇറാനുമായി തന്നെ അടുത്ത ബന്ധം പുലർത്തുന്ന റഷ്യയും ചൈനയും, എന്നാൽ മറുവശത്താകട്ടെ പാശ്ചാത്യ രാജ്യങ്ങളുമായും ഗൾഫ് രാഷ്ട്രങ്ങളുമായും തന്ത്രപ്രധാന ബന്ധം നിലനിർത്തുന്ന ഇന്ത്യയും UAEയും. ഈ സാഹചര്യത്തിൽ തന്നെ ബ്രിക്സ് ഒരു പക്ഷം തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയിലേക്ക്, അതായത് ഒരു പക്ഷത്തേക്ക് ചായ്വ് വരുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്ന ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നിലപാട് എടുത്താൽ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം അത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും.